അസ്സലാമു അലൈക്കും. വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു കാര്യം എന്നുള്ളത് ഏത് പ്രവാചകന്മാരായാലും അവരുടെയൊക്കെ ചരിത്രത്തിൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഓരോ ഖുർആൻ വാക്യങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരൊക്കെ ആരാധിച്ചിരുന്നത് തൻ്റെ ഹൃദയത്തെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെയായിരുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടാവിനെയായിരുന്നു അവർ ആരാധിച്ചിരുന്നത്. നമ്മുടെ സത്യമായ പാത അല്ലെങ്കിൽ നേരായ പാത എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ നോക്കാം. നമ്മൾ ആ ഒരു കാര്യത്തിൽ പലർക്കും തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ട്. അധ്യായം സൂറ അൽ-അഹ്റാഫിലെ 14, 15, 16, 17. അവൻ പറഞ്ഞു, മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ നീ എനിക്ക് അവധി നൽകണമേ. അള്ളാഹു, തീർച്ചയായും നീ അവധി നൽകപ്പെട്ടവരുടെ കൂട്ടത്തിലാകുന്നു. ഇവിടെ ഇബ്ലീസ് പറയുന്നത്, നീ എന്നെ വഴി പിഴപ്പിച്ചതിനാൽ നിന്റെ നേരായ പാതയിൽ നിന്നും മനുഷ്യർ പ്രവേശിക്കുന്നത് തടയാൻ ഞാൻ കാത്തിരിക്കും. പിന്നീട് അവരുടെ മുന്നിലൂടെയും അവരുടെ പിന്നിലൂടെയും അവരുടെ വലതുഭാഗത്തൂടെയും ഇടതുഭാഗത്തൂടെയും ഞാൻ അവരെ അടുത്ത് ചെല്ലുക തന്നെ ചെയ്യും. എന്നിട്ട് അധിക പേരെയും നന്ദിയുള്ളവരായി നീ കണ്ടെത്തുന്നതല്ലാതെ. അപ്പൊ പിശാച് അള്ളാഹുവിന് കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണിത്. അപ്പൊ ഈ ഒരു വാഗ്ദാനം യഥാർത്ഥത്തിൽ പിശാച് ഒരുപാട് നിറവേറ്റി കഴിഞ്ഞു. കാരണം നമ്മുടെ കാലഘട്ടത്തിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര മതങ്ങൾ, എത്ര ദൈവങ്ങൾ, എത്ര മതരീതികൾ, ആചാരങ്ങൾ, എത്രയോ മനുഷ്യർ ഭിന്നിച്ചു പോയി. യഥാർത്ഥ സത്യത്തിൽ നിന്നും ഒരുപാട് ഭിന്നിച്ചു പോയി. അപ്പൊ അതിനുള്ളൊരു തെളിവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും. ഒരു പിശാച് മനുഷ്യരെ തെറ്റിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഇത് അവസാന കാലഘട്ടത്തിലേക്കാണ് നമ്മളൊക്കെ പോകുന്നത്. സത്യത്തിന്റെ പാത വിട്ടിട്ട് സഞ്ചരിക്കുന്ന ഏതൊരു വ്യക്തിയെയും അള്ളാഹു യഥാർത്ഥ സത്യത്തിലേക്ക് എത്തിക്കാനുള്ള വഴി ഒരുക്കി തരട്ടെ.